ആനയായാലും ആമയായാലും അത് തമിഴ്നാട് വനം വകുപ്പിന് ഒരുപോലെയാണ്. ഊണും ഉറക്കവും കളഞ്ഞ് അതിന് പിന്നാലെയാണ്. മരണമുഖത്ത് നിന്ന് ആനകളെ തിരിച്ചെത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ കാഴ്ച അതല്ല. സന്ധ്യപ്രഭയുണ്ട് കൂടെ. സന്ധ്യപ്രഭ, ഗുഡ് മോർണിംഗ്. ഈ കടലാമക കുഞ്ഞുങ്ങൾ അങ്ങനെ കടലിലേക്ക് മുട്ട വിരിഞ്ഞ് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ കടലിലേക്ക് തിരിച്ചു പോകുന്നതാണ് സംഗതി എന്ന് തോന്നുന്നു അല്ലേ? മോദി, തീർച്ചയായും ആ കാഴ്ച എത്ര മനോഹരമാണല്ലേ. ആ കടലാമ കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് കടലിലേക്ക് പോകുന്ന ആ കാഴ്ച അതിമനോഹരമാണ്. ഇത് തമിഴ്നാട് വകുപ്പിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇവർ 2.5 ലക്ഷത്തോളം മുട്ടകൾ വിരിയിക്കാൻ ശ്രമിച്ചു. അതിൽ 2.25 ലക്ഷം മുട്ടയാണ് വിരിഞ്ഞിരിക്കുന്നത്. ഒലിവ് റിഡ്ലി എന്ന് പറയുന്ന കടലാമ കുഞ്ഞുങ്ങളാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഇപ്പോൾ ആനയാണെങ്കിലും ആമയാണെങ്കിലും ഒക്കെ തമിഴ്നാട് വകുപ്പ് ഒരുപോലെ ഇവയെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളതാണ്. വേനൽ സമയത്ത് ആനകൾക്ക് വെള്ളം കിട്ടാനായിട്ട് കാടിനുള്ളിൽ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ തമിഴ്നാട് വനം വകുപ്പ് ഒരുക്കി കൊടുക്കുന്നതും അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതും നമ്മളൊക്കെ കണ്ടതുമാണ്. ഇപ്പോൾ ഈ പറയുന്ന ആമയാണെങ്കിലും ഇവർ 8 ജില്ലകളിലായിട്ട് 58ഓളം ഹാച്ചറികൾ മുട്ട വിരിയാനുള്ള സംവിധാനം ഒരുക്കി 2.5 ലക്ഷം മുട്ട വിരിയിക്കാൻ ശ്രമിച്ചു. അതിൽ 2.25 ലക്ഷം മുട്ടകൾ വിരിഞ്ഞു. ഈ ആമകൾ കടലിലേക്ക് എഴഞ്ഞു പോകുന്ന കാഴ്ച അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് ഈ കാര്യത്തിൽ അഭിമാനിക്കാം. നമുക്കാണെങ്കിലും നമ്മളുടെ വനംവകുപ്പ് മോശം എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കും ഈ പറഞ്ഞ പോലെ ഇവർ കാണിക്കുന്ന ഈ കരുതൽ, മൃഗങ്ങളോടൊക്കെ ഇവർ കാണിക്കുന്ന ഈ കരുതൽ നമുക്ക് മാതൃകയാക്കാം എന്നുള്ളതാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും ഒക്കെ ഇതുപോലെ ശ്രമം നടത്തിയിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. ഇത് കണ്ടപ്പോൾ ഞാനും ആ ഒരു ഇതാണ് ഓർത്തത്. അതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടു പോയി. പക്ഷെ അവർക്കുമൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊരു മാതൃകയാവും. അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുട്ടകൾ വിരിയണം. അവർ കാത്തിരുന്നു, എത്രയോ ദിവസങ്ങൾ കാത്തിരുന്നു. പക്ഷെ അവരുടെ കാത്തിരിപ്പ് വിഫലമായി പോയി. പക്ഷെ അവർ മുന്നോട്ട് പോയിട്ടില്ല. ഇനിയും ഇത് തന്നെ ചെയ്യും. വരുന്ന സീസണിലൊക്കെയും ഇവരത് ശ്രദ്ധിച്ച് അതിനെ പരിപാലിക്കും, അത് വിരിയിച്ചെടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അവർക്ക് കൂടി ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് പറയുകയാണ് മോത്തി. എത്ര മനോഹരമായ കാഴ്ചയല്ലേ. അവർ പോലും തമിഴ്നാട് വനംവകുപ്പാണെങ്കിലും ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ അത്രയും അഭിമാനത്തോടെയാകും ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത്. ഇത് കാണുന്ന നമുക്കും വളരെ സന്തോഷം തോന്നും. ആ കടലിലേക്ക് ഇത് ഇഴഞ്ഞു പോകുന്നതും ഒക്കെ എത്ര മനോഹരമായ കാഴ്ചയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. അതെ.